സമർപ്പണം ഹസന ഹോളിഡേയ്സ്, മാതൃകാ മഹത്തരം ഹസന ഹോളിഡേയ്സ്, നിർഭയം വിശ്വാസം ഹസന ഹോളിഡേയ്സ്, സൗഹൃദം സ്നേഹാദരം ഹസന ഹോളിഡേയ്സ്, സേവനം സമർപ്പണം ഹസന ഹോളിഡേയ്സ്, മാതൃകാ മഹത്തരം ഹസന ഹോളിഡേയ്സ്, നിർഭയം വിശ്വാസം ഹസന ഹോളിഡേയ്സ്, സൗഹൃദം സ്നേഹാദരം ഹസന ഹോളിഡേയ്സ്. സ്വപ്നയാത്രകൾക്ക് വർണ്ണ ചിറക് നൽകി ലക്ഷ്യമേറി തടങ്ങൾ നിർവൃതിയില്ലാണ്ട് അടിമകളാണ് ഇപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ നാമത്തിൽ അവർ കണ്ട് ഇങ്ങോട്ട് വരുന്നു, ഹജ്ജിന് വേണ്ടി വരുന്നു എന്നുള്ള സന്തോഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്ത് കൂടെ അറിയിക്കുമത്രേ. അതുകൊണ്ടാണ് ഇത് പറഞ്ഞിട്ട് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിനോട് പറയാ, അതുകൊണ്ടാണ് ഈ അറഫയിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് ദ്വാരുന്നു. അപ്പോഴാണ് സ്വഹാബത്ത് ചോദിച്ച്, നബിയെ ഇപ്പൊ അറഫയിൽ പങ്കെടുത്ത് നമ്മളും ഇങ്ങളല്ലേ ഉള്ളൂ, അത് ഹബീബായ തങ്ങളും സ്വഹാബത്തല്ലേ ഉള്ളൂ, അപ്പൊ ഇനി തലമുറകൾക്ക് ഈ അവസരം ഉണ്ടോ? ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാൾ വരെ ആരൊക്കെ അറഫയിൽ പങ്കെടുത്തോ, ഹജ്ജാണ് ഉദ്ദേശിക്കേണ്ട, അവർക്കെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അപ്പൊ ഹബീബ് ദ്വാര നമ്മളല്ലെങ്കിൽ നമുക്കറിയാം ഹജ്ജ് ഉംറയൊക്കെ നമ്മളെ ജീവിതം സംശുദ്ധമാകാൻ കാരണം അല്ലെ, അതിന്റെ പുറമെ ഹബീബ് ദ്വാരന്നും ചെയ്ത് അറഫയിൽ പങ്കെടുത്തവർക്ക് പൊറുക്കട്ടെ എന്ന്. ആരംഭപ്പൂ ദ്വാരുന്നവന് ആ ദ്വാരിക്കും സത്യമല്ലാതാവാൻ പാടില്ല, മനസ്സിലായില്ലേ? അള്ളാഹ് ശരി വെച്ചിരിക്കും ഉറപ്പായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട അറഫ എന്താണ് അൽ ഹജ്ജു അറഫ. അറഫ എന്നുള്ളത് ഹജ്ജ് നിർബന്ധമായെന്നാണ്, ഒരു നിലക്കും മാറ്റിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളിപ്പോ മഞ്ഞ ബോർഡ് ഉണ്ടല്ലേ, ആ മഞ്ഞ ബോർഡിന്റെ അവിടെ ഒരാൾ താമസിച്ചു, അയാൾ പകുതി അറഫയിലും പകുതി മഞ്ഞ ബോർഡിന്റെ അപ്പുറത്തോ ആയാൽ പോലും അവർക്ക് ഹജ്ജ് കിട്ടൂല, മനസ്സിലായില്ലേ? മുഴുവനായിട്ടും അറഫയിലായിരിക്കണം. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, എന്താണ് ജബലുർ റഹ്മാൻ, ആ മലയെ കുറിച്ച് പറയാനല്ലേ. ഇനി അറഫ എന്നുള്ള പേര് ഈ സ്ഥലത്തിന് വരുന്നതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. നമ്മുടെയൊക്കെ ഉപ്പയാവുന്ന അല്ലെങ്കിൽ വല്യുപ്പയാവുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് കഴിക്കാൻ പാടില്ലാതൊരു പഴം കഴിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ. അങ്ങനെ കഴിച്ചപ്പോ എന്തായി? കഴിച്ചോണ്ടാണോ അള്ളാഹു പുറത്താക്കിയത്? കഴിച്ചോണ്ടാ? എന്നാൽ പറയൂ കദിയുമ്മ. മാഷാ അല്ലാഹ്, ആകെ എനിക്കൊരു അമ്മായി ഉള്ളൂ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അപ്പോ ശരിയാ, കറക്റ്റാണ്. കഴിച്ചു എന്നല്ല, അതൊരു സംഭവമേ ഉള്ളൂ. എന്തായി? ബാത്റൂം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തായി? കഴിച്ചു കഴിഞ്ഞപ്പം ഹലാലിന്റെ ആവശ്യം വന്നു. ഹലാൽ സ്വർഗത്തിലില്ല, മനസ്സിലായില്ലേ? അല്ല കഴിച്ചതിനെ എതിർത്ത് അങ്ങനെ ആദം നബീനെ എന്തോ ആക്കി പറഞ്ഞാൽ ഹലാൽ സ്വർഗത്തിലില്ല, ബാത്റൂം ഇല്ല. അപ്പൊ എന്തായി? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങേണ്ടി വന്നു. കൂടെ ആരും ഇറങ്ങി? സഹധർമ്മിണിയാവുന്ന ഹവ്വ ഉമ്മ ഇറങ്ങി അല്ലെ. ഈ സഹധർമ്മിണി നോക്കുമ്പോൾ വൈബില്ലേ? എന്റെ പെണ്ണേതാ ഇതില്ല, ഇനി ഉള്ളവർ പുതിയ മഹബത്താക്കലേ നമുക്ക് ഓപ്ഷനുള്ളൂ. വിഷയം മുന്നോട്ട് പോവാ. ഏതായാലും പറഞ്ഞു എന്താ വെച്ചാല്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹധർമ്മിണിയാവുന്ന, ഞാൻ ഇത് പറയാൻ എന്താ പറയുക, സത്യത്തിൽ നമ്മൾ പറയുന്ന രസമായിട്ടാണെങ്കിലും യഥാർത്ഥത്തിൽ എല്ലാവരും ജീവിതം അങ്ങനെ ആവണം. ഭാര്യ എന്നുള്ള പ്രയോഗം ഒരു അതാണ്, അതല്ലാണ്ട് ആലങ്കാരികത ആവണം. എന്നും അവനാന്റെ പ്രിയതമനും പുതിയൊന്നും ഒന്നാണ് ചങ്കും ചോറാവണം അവന്റെ. ഇതാ ലക്ഷദ്വീപ് അല്ലെ. ആയിക്കോട്ടെ, നമ്മൾ വിഷയത്തിൽ വരട്ടാം. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വ ഉമ്മയും ഭൂമിയിലേക്ക് ഇറങ്ങി. അപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എവിടെയാണ് ഇറക്കി അറിയാമോ? അറിയെങ്കിൽ കറക്കി കുത്തിക്കോളൂ. വേറെ സാദംബല. ആ മാഷാ. അല്ലെ ഉസ്താദ്മാർക്ക് ചോദ്യമില്ല, അതാണ് ശരി. അദ്ദേഹം പറഞ്ഞ ശരിയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ശ്രീലങ്കയിലുള്ള സിലോൺ എന്ന് പറയുന്ന ആദം മലയിൽ ഇറക്കി. ഹവ്വ ഉമ്മയെ ഇറക്കിയ. ഹവ്വ ഉമ്മ എവിടെ ഇറക്കി? ഇവിടെല്ല. അർഫയിലോ? എന്താണ് അർഫ? ഹവ്വ ഉമ്മയെ ഇറക്കിയത് ജിദ്ദയില് കേട്ടാ. ഇതെന്താ അറിയാം, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോ അല്ലെ, നമ്മുടെ ജീവിതം എന്താ പറയുക, നമ്മൾ ആദ്യം നബി ഇറങ്ങി ഹവ്വ ഉമ്മ, ഇതൊക്കെ എന്താ അന്നുണ്ടായ യാഥാർത്ഥ്യം എന്നുള്ളത് മനസ്സിലായില്ല. ജിദ്ദ എന്ന് പറഞ്ഞാൽ ജദ്ദ, നമ്മളെ വല്യമ്മ. ആ പേരിന് അവരുണ്ട്, നമ്മളെ വല്യമ്മയുടെ കിടക്കുന്നുണ്ട്. നമ്മളെല്ലാരും ഓർമ്മയുണ്ടാവും. നമ്മളെ വല്യമ്മ എന്നാണ്. ഞങ്ങൾ ആലോചിച്ചു, നമ്മുടെ വീടുകളിലൊക്കെ നമ്മള് വീട്ടിലേക്ക് ഇപ്പൊ നമ്മൾ ദർസ് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളെ വല്യമ്മ, ഞങ്ങൾ അലിസാനൊക്കെ എല്ലാവരും വല്യമ്മ ഉണ്ട്. അതായത് എന്റെ അമ്മായിയുടെ ഒക്കെ ഉമ്മ.
അമ്മായിയമ്മ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മളെ വല്യമാൻ എപ്പോഴും ദ്വാരക്കാൻ എല്ലാവരും ആലിമ്യമാണ് വല്യമാരെ ദ്വാ, ഒരാൾ നാടനാവരുന്ന വല്യമാരെ ദ്വാ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അള്ളാഹു ഒരുപാട് റഹ്മത്ത് നമ്മുടെ കുടുംബത്തിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരാണ്. അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. അപ്പൊ അറിഞ്ഞുകൊണ്ടെന്ന് ചോദിച്ചാല് വല്യന്മാർക്ക് ഈ പേരക്കുട്ടിയോട് ഉമ്മമാരെക്കാളും മഹബത്ത് ഉണ്ടാവും. അങ്ങനെ ഞാൻ മുമ്പ് കേട്ടിട്ട് ശരിയല്ല, ഈ വല്യന്മാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. നിങ്ങൾ വല്യപ്പാറ ഇതൊക്കെ വല്യമാരല്ലേ, എല്ലാവർക്കും അറിയാം, പേരക്കുട്ടി ഭയങ്കര ഇഷ്ടമായിരിക്കും. അത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളെ വല്യമ്മ എന്ന് പറഞ്ഞ പേര് വല്യമ്മ അവിടെ കിടക്കണത് മനസ്സിലായില്ലേ? അതാ ഞാൻ പറഞ്ഞത്, ജിദ്ദ യാത്രയില് വല്യമ്മാരത്തേക്ക് പോവാ, അത് നഷ്ടപ്പെടുത്തണ്ടാ. ഞാൻ അവസരൂചിത വന്നപ്പോൾ പറഞ്ഞാട്ടാ, വല്യമ്മ കിടക്കുന്നത് ജിദ്ദയിലാട്ടാ. ജദ്ദ, അതായത് വല്യമ്മ കിടക്കുന്ന സ്ഥലത്തിന് പറയുന്ന ജദ്ദ എന്നുള്ള വല്യമ്മ എന്നുള്ള പ്രയോഗട്ടാ. ഏതായാലും അങ്ങനെ രണ്ടുപേരും ഭൂമിയിലേക്ക് ഇറക്കിയതിനു ശേഷം രണ്ടുപേരും ഭൂമിയിൽ ഇറങ്ങി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് മുതൽ യാത്ര തുടരാം. യാത്ര ഇങ്ങനെ ചെയ്ത് കാലങ്ങളോളം യാത്ര ചെയ്ത് ഹാജറാവുമ്പോൾ യാത്ര തുടർന്ന് അങ്ങനെ രണ്ടുപേര് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് അറഫയിലെത്തി. ഈ പറയുന്ന അറഫ താഴ്വാരത്തെത്തി. അങ്ങനെ അറഫ താഴ്വാരത്തെത്തി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷീണം കൊണ്ട് ഇരുന്ന് ഒന്ന് റെസ്റ്റ് ഇങ്ങനെ എടുത്തൊന്ന് ഇങ്ങനെ മയങ്ങിപ്പോയി. പിന്നെ ഇങ്ങനെ കണ്ണ് തുറന്നപ്പോ എന്ത് കണ്ടു? ഹവ്വ ഉമ്മ എന്ന നമ്മുടെ സ്വന്തം, പക്ഷെ ചരിത്രം രണ്ടു രൂപത്തിൽ വരുന്നുണ്ട്. ഹവ്വ ഉമ്മനെ പെട്ടെന്ന് കണ്ടപ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ജീവനുള്ള തൊട്ടു നോക്കിന്ന്. അങ്ങനെ അതായത് ഇത് കുറെ കാലങ്ങൾ വെച്ച് കാണല്ലേ, കണ്ടുമുട്ടല്ലേ, എന്തൊക്കെയാണെങ്കിൽ തൊട്ടു നോക്കിയെന്നൊക്കെ ചരിത്രങ്ങൾ കാണാം. ഏതായാലും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വ ഉമ്മയും പിന്നീട് നമ്മുടെ വല്യമ്മയും കണ്ടുമുട്ടിയ സ്ഥലം കൂടെയാണ് അറഫ എന്ന് പറയുന്ന താഴ്വാരം. എല്ലാത്തിലും ഉപരി ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫ അറിഞ്ഞു എന്നുള്ള അവസ്ഥ പറഞ്ഞപ്പോ അതിന് ആ വേർഡ് അറഫ എന്നുള്ള പറഞ്ഞില്ല. അറഫ ഒരാളെ അറിഞ്ഞു, അവർ തമ്മിൽ പരിചയപ്പെട്ടു എന്നുള്ള വേർഡ് അവർക്കതിന് വരുന്നതാണ്ടാണ്. അങ്ങനെ അവർ തമ്മിൽ കണ്ടുമുട്ടി, അപ്പോഴാണ് അവർ തമ്മിൽ അറിയുന്നേട്ടാ. അതുപോലെ തന്നെ ഹബീബായ തങ്ങളുപ്പാപ്പ സ്വഹാബത്തിനോട് ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗം നടത്താം. ചരിത്രത്തിൽ ചിലയിടങ്ങൾ കാണാം 100,000-ൽ പരം സ്വഹാബത്തിനോട് ഹജ്ജത്തുൽ വദാഇന്റെ പ്രഭാഷണം നടത്തിയത് ഹബീബായ തങ്ങളുപ്പാപ്പയുടെ ഖസ്വ എന്ന് പറയുന്ന ഒട്ടകത്തിൽ ഈ താഴ്വാരത്ത് ആരൊക്കെ ചരിത്രം പറഞ്ഞിട്ട് അതിന്റെ മുകളിൽ നിന്ന് അങ്ങനല്ല, താഴ്വാരത്തിൽ ഇരുന്നു കൊണ്ടായിരുന്നു ഖസ്വയില് ഒട്ടകത്തിൽ ഇരുന്നു കൊണ്ട് ചരിത്രം ചരിത്രത്തിലെ ഹജ്ജത്തുൽ വദാഇന്റെ പ്രഭാഷണം. ആ പ്രഭാഷണത്തിലാണ് ഹബീബായ തങ്ങളുപ്പാപ്പ പറഞ്ഞത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന തുടങ്ങിയുള്ള ആയത്ത് ആകസാരം പറയുകയാണെങ്കിൽ പരിശുദ്ധമായ ഈ ദീനിനെ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇത് ഹബീബായ തങ്ങളുപ്പാപ്പ പറഞ്ഞപ്പോ സ്വഹാബത്തൊക്കെ വല്ലാതെ സന്തോഷത്തിലായി. കാരണം എന്താ, അൽഹംദുലില്ലാഹ് ദീന് പൂർത്തിയായില്ലേ. ആ സമയത്തായിരുന്നു ആ സഭയുടെ ഒരു മൂലയിൽ നിന്നുകൊണ്ട് ഒരാൾ കരയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. നോക്കി സ്വഹാബത്തെല്ലാവരും അങ്ങോട്ട് നോക്കിയപ്പോ കണ്ട കാഴ്ച സിദ്ദീഖ് തങ്ങളുപ്പാപ്പയാണ് കരയുന്നത്. ഹബീബിന്റെ എല്ലാമായ സിദ്ദീഖ് തങ്ങളുപ്പാപ്പ വെറുതെ ഒന്നിനും കരയില്ല എന്ന് സ്വഹാബത്തിന് എല്ലാവർക്കും വ്യക്തമായി അറിയാം. ചോദിച്ചു സിദ്ദീഖ് തങ്ങളുപ്പാപ്പയോട്, എന്തു പറ്റി സിദ്ദീഖ് തങ്ങളെ, ദീന് പൂർത്തീകരിച്ചു എന്നല്ലേ നമ്മുടെ ഹബീബ് പറഞ്ഞത്? ആ സമയത്താണ് സിദ്ദീഖ് തങ്ങളുപ്പാപ്പ പറഞ്ഞത്, ഹബീബായ തങ്ങള് ഈ ദീന് പൂർത്തീകരിച്ചു എന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരംഭപ്പൂവായ തങ്ങൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞ സമയമായി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. സ്വഹാബത്ത് എല്ലാവരും ഹബീബായ തങ്ങളുപ്പാപ്പയോട് ചോദിച്ചു, ഈ വിഷയത്തെ കുറിച്ച് ചോദിച്ചു. ആരംഭപ്പൂവായ തങ്ങൾ പറഞ്ഞു നഅം എന്ന് പറയേണ്ട നിമിഷം ആ സഭയിലുണ്ടായിരുന്ന സ്വഹാബത്തെല്ലാം വിഷമം സഹിക്കാൻ കഴിയാതെ, കാരണം അവർക്ക് താങ്ങും തണലുമായിരുന്ന നമ്മുടെ ഹബീബായ തങ്ങൾ, നമ്മുടെ പൂർവീക കാലത്ത് ഹിസ്റ്ററിയാണ് പറയുന്നതെങ്കിൽ നമുക്കിങ്ങനെ ഫീൽ ചെയ്യുമെങ്കിൽ അന്ന് കാലത്ത് ഡയറക്റ്റ് ഹബീബിനെ ആസ്വദിച്ചവർ, അനുഭവിച്ചവർ, അവർ കേൾക്കാ നമ്മുടെ മുത്തി ലോകത്തുനിന്ന് പോവാൻ സമയമായിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ ഹബീബായ തങ്ങൾ പാപ്പ നഅം എന്ന് പറഞ്ഞവർ സ്വഹാബത്ത് എല്ലാവരും കരഞ്ഞു പോയി. അങ്ങനെ വല്ലാത്തൊരു സംഭവം കൂടെ നടന്നൊരു സ്ഥലം കൂടെയാണ് ഈ അറഫ എന്നുള്ള ഈ താഴ്വാരം. എന്തുകൊണ്ടും ബറക്കത്തുള്ളതാണ്, എന്തുകൊണ്ടും ദുആന് ഇജാബത്തുള്ളതാണ്. എല്ലാ വർഷവും ഹാജിമാരെല്ലാവരും വരുന്ന സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്. നബിമാരും എല്ലാവരും സംഗമിക്കുന്ന സ്ഥലമാണ്. അത്ര ബറക്കത്തുള്ള ഒരു സ്ഥലം കൂടെയാണ് പ്രിയമുള്ളവരെ ഈ അറഫ എന്നുള്ള സ്ഥലം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഹജ്ജിന് നമുക്കെല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ അറഫയിൽ ഒരുമിച്ച് കൂടിയത് കാരണം
കാരണം നമ്മുടെയൊക്കെ ജീവിതം സംശുദ്ധമായ ഹൃദയത്തിലേക്ക് ഹബീബിന്റെ മഹബത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടു തരുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അധികം വൈകാത്തൊരു ഭാവിയിൽ നല്ല ആരോഗ്യമുള്ള സമയത്ത് തന്നെ പരിശുദ്ധ ഹജ്ജിലേക്ക് എത്താനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി ഇവിടെ നമ്മൾ ദുആ ചെയ്യാം. ദുആയിന് ശേഷം ഇവിടെ ചരിത്രം കൊണ്ട് കാണേണ്ട ചരിത്രമുണ്ട്. അങ്ങനെ നമുക്ക് കയറി പോണേ. ഇനി കയറാത്തൊരു കൊണ്ട് വരാം. മോളിലൊരു ഇതുണ്ട്, സ്തൂപം അതല്ലേ. ആ സ്തൂപത്തിന് അടുത്തെത്തുമ്പോൾ മനസ്സിലാവും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ സ്തൂപം എന്നുള്ളത് പണ്ട് കാലങ്ങളിലൊക്കെ ഈ അറബികൾക്ക് ഒരു ഇതാണ്. ഞാൻ തങ്ങൾ പാപ്പാന്റെ ചരിത്രം പറയുന്ന മദീനത്തിന് തങ്ങളെ വീട് വേറിട്ട് കാണിക്കാൻ വേണ്ടി കൊടി വെക്കുമല്ലേ, അതെന്താണ് അതൊരു പ്രത്യേകത അറിയാം. അതുപോലെ അന്ന് സ്വഹാബത്തിനും പൂർവീകർക്കുണ്ടായിരുന്നു ചരിത്രങ്ങളുള്ള സ്ഥലത്ത് കൊണ്ട് എന്തെങ്കിലും അടയാളം വെക്കാം. അങ്ങനെ അന്ന് കാലത്ത് വെച്ചൊരു അടയാളമായിരുന്നു. ഇതല്ല ഇതിന്റെ പൂർവികം. അതിനെന്തായി പിന്നീട് അതൊരു ആരാധന പോലെ ഇന്നാണ് കയറുന്നവർ കാണാം. അതിമ ഉമ്മ വെക്കണം, പല ഐറ്റംസോട് കാണിക്കും. അതെന്താണ് അതിമ ഒന്നും ഒരു ശ്രേഷ്ഠത അതിനില്ല. നമ്മളെ പണ്ഡിതന്മാർ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. അതെന്താ വെച്ചാൽ ആ അടയാളം വെച്ചു. അതിപ്പോ പലരും എന്തായി അത് ഈ വിശ്വാസം കൂടിയാലും പ്രശ്നമാണ്. വിശ്വാസം ഓവറായ എന്ത് ചെയ്യും, എല്ലാത്തിനും ആരാധനയ്ക്ക് എത്തും. അതാണ് സംഭവം. അങ്ങനെ അതിന്റെ മുകളിൽ കയറുന്നവർ കാണാം. ഇനി സ്വല്പം നമ്മൾ എന്ത് ചെയ്യാറ്, ഇവിടെ നമ്മൾ ദ്വാരത്തിൽ അവിടെ ചെറിയൊരു കിണറുണ്ട്, അതും കൂടി ജസ്റ്റ് കാണാം. കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ എന്ത് കയറാത്തവർ ഇങ്ങോട്ട് പോരാം, കയറുന്നവർ നേരെ പോയി നമ്മൾ കയറി എല്ലാം കണ്ട് റാഹത്തായി പോരട്ടാ. എല്ലാ അമലുകളും നീ പരിപൂർണമായ നിലക്ക് നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹ് ഞങ്ങളെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഭൂമിയിലെത്തിയ നിനക്കാണ് എല്ലാ സ്തുതിയും. ലക്കൽ ഹംദു ലക്കൽ ശുക്ർ യാ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ദുആകൾ ഞങ്ങളെ എല്ലാ അമലുകളും നീ സ്വീകരിച്ച് അതിൻ്റെ ഒക്കെ പ്രതിഫലം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. റബ്ബേ ഞങ്ങളൊക്കെ നീ നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ഞങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട അറഫ ഭൂമിയിലാണ് റബ്ബേ. ഇതിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഹജ്ജുകൾ ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. സേവനം സമർപ്പണം ഹസന ഹോളിഡേയ്സ്, മാതൃകാ മഹത്തരം ഹസന ഹോളിഡേയ്സ്, നിർഭയം വിശ്വാസം ഹസന ഹോളിഡേയ്സ്, സൗഹൃദം സ്നേഹാദരം ഹസന ഹോളിഡേയ്സ്. സേവനം സമർപ്പണം ഹസന ഹോളിഡേയ്സ്, മാതൃകാ മഹത്തരം ഹസന ഹോളിഡേയ്സ്, നിർഭയം വിശ്വാസം ഹസന ഹോളിഡേയ്സ്, സൗഹൃദം സ്നേഹാദരം ഹസന ഹോളിഡേയ്സ്. സ്വപ്നയാത്രകൾക്ക് വർണ്ണ ചിറക് നൽകി ലക്ഷ്യമേറി നൃത്തടങ്ങൾ നിർവൃതിയില്ലാണ്ട നിമിഷമേ. മക്കയും മദീന കണ്ട് കണ്ണുകൊണ്ട് മനമകം കുളിർമ കൊണ്ട് ഹംദ് ബിണ്ട് ശുക്രതുണ്ട്. അങ്ങ് ദിക്ക് മക്കയും മദീന കണ്ട് കണ്ണുകൊണ്ട് മനമകം കുളിർമ കൊണ്ട് ഹംദ് ബിണ്ട് ശുക്രതുണ്ട്. കാവനൂർ ജൈത്രയാത്ര തുടരുമീ ഹസന ഹോളിഡേയ്സ്, സിയാറത്ത് ആൻഡ് ടൂർ സർവീസ്. പോകുവാനൊരുക്കമോ, താജ്മഹൽ കാണുവാനിനി തിടുക്കമോ, മഞ്ഞ് മൂടും താഴ്വരകൾ താണ്ടി ഉലകിലെ സുബർഗം കാശ്മീർ പോകുവാനൊരുക്കമോ നിങ്ങൾ. കടല് കടന്നക്കരയാ ലക്ഷദ്വീപ് പോയി അറുക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കിടത്തിയിട്ടാ കറക്റ്റ് നോയിട്ടാ. അല്ലാഹ് എന്തായിരിക്കും രംഗം. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറക്കാൻ വേണ്ടി കിടത്തിയപ്പോഴാണ് ഇബ്രാഹിം നബി എന്നോട് പറഞ്ഞ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഉപ്പ എന്റെ കൈകൾ രണ്ടും കെട്ടിയിടണേ ഉപ്പ. എന്തിനാ അറിയോ, എന്റെ കൈ على سيدنا وصاحب المدينة ഉപമിക്കാൻ പറ്റാത്തൊരത്ഭുതമേ, ഉപകാരമായി മാത്രം വന്ന മീമേ, ഉപദേശമോ സലാമിൻ കലാമേ, ഉപലോകവും വാഴ്ത്തും നബി കരീമേ. അങ്ങയെങ്ങനെ ചന്ദ്രനോടുപമിക്കും തിങ്കളിൻ ചന്തവും തങ്ങളല്ലേ, അങ്ങകലെ
കത്തി നിൽക്കുന്ന സൂര്യനും അവിടുത്തിനൂറിനൊരൽപ്പമല്ലേ. അങ്ങയെ എങ്ങിനെ ചന്ദ്രനോടുപമിക്കും തിങ്കളിൻ ചന്തവും തങ്ങളല്ലേ. അങ്ങകലെ കത്തി നിൽക്കുന്ന സൂര്യനും അവിടുത്തെ നൂറിനൊരൽപ്പമല്ലേ. സ്വർഗത്തിൻ സൗന്ദര്യം പോലും റസൂലിന്റെ പരിശുദ്ധിയിൽ നിന്നൊരംശമല്ലേ. സ്വർഗത്തിൻ സൗന്ദര്യം പോലും റസൂലിന്റെ പരിശുദ്ധിയിൽ നിന്നൊരംശമല്ലേ. പ്രപഞ്ചത്തിൻ പ്രഭയാകെ കടമെടുത്തല്ലോ ഹബീബേ അങ്ങയിൽ നിന്നും. ഹബീബേ അങ്ങയിൽ നിന്നും. സല്ലല്ലാഹു സല്ലല്ലാഹു അലാ സയ്യിദിനാ വസാഹിബിൽ മദീന. സല്ലല്ലാഹു സല്ലല്ലാഹു അലാ സയ്യിദിനാ വസാഹിബിൽ മദീന. ഉപമിക്കാൻ പറ്റാത്തൊരത്ഭുതമേ, ഉപകാരമായി മാത്രം വന്ന മീമേ. ഉപദേശമോ സലാമിൻ കലാമേ, ഉപലോകവും വാഴ്ത്തും നബി കരീമേ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പയും സ്വഹാബത്തും കൂടെ ഇസ്ലാമിന് വേണ്ടി ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ യുദ്ധത്തിൽ പരാജയപ്പെട്ട യുദ്ധങ്ങളുണ്ട്, എന്നാൽ നല്ല വിജയം നേടിയെടുത്തതുണ്ട്. വിജയിച്ചിട്ട് പരാജയപ്പെട്ട യുദ്ധമുണ്ട്. അതായിരുന്നു നമുക്ക് ഉഹദ് യുദ്ധം അല്ലേ. നല്ല വിജയം വന്നു, പിന്നീട് പരാജയപ്പെട്ടു പോയി. എന്നാൽ ഒരേ ഒരു യുദ്ധത്തിലാണ് നല്ല വിജയം കിട്ടിയ യുദ്ധമായിരുന്നു ഹുനൈൻ യുദ്ധം എന്ന് പറയുന്ന യുദ്ധം. ആ യുദ്ധത്തിൽ ഇസ്ലാമിന് ഒരുപാട് ഗനീമത്ത് ലഭിച്ചു. ചരിത്രങ്ങളിൽ ചിലയിടങ്ങളിലൊക്കെ കാണാം ഒരുപാട് അടിവസ്ത്രീകൾ ലഭിച്ചു. അതുപോലെ തന്നെ ഒരുപാട് കുതിരകൾ ലഭിച്ചു. 5000-ഓളം കുതിരകൾ, അതുപോലെ തന്നെ 20,000-ഓളം ഒട്ടകങ്ങൾ, അങ്ങനെ ഒരുപാട് പറയുന്നതായിട്ട് പല സംഭവങ്ങളുണ്ട്. ഏതായാലും ആ യുദ്ധം കഴിഞ്ഞിട്ട് ആരംഭപ്പൂവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പയും സ്വഹാബത്തും കൂടെ നേരെ ഇങ്ങോട്ട് വന്നത് ഈ കാണുന്ന പ്രദേശത്തേക്കായിരുന്നു. ഈ കാണുന്ന ജഅറാന എന്ന് പറയുന്ന സ്ഥലത്തേക്കിട്ടാണ്. ഇവിടെ വന്നുകൊണ്ട് അവർ 19 ദിവസം താമസിച്ചു എന്നൊക്കെ ചിലയിടങ്ങളിൽ രേഖപ്പെടുത്തിയതായി കാണാം. ചിലയിടങ്ങളിൽ 3 ദിവസം എന്നൊക്കെ ഉണ്ട്. അഭിപ്രായങ്ങൾ പല രൂപത്തിലുണ്ട്. ഏതായാലും ഇവിടെ താമസിച്ച സമയത്ത് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പയോട് സ്വഹാബത്ത് പറഞ്ഞു, നബിയെ കിണറിലൊന്നും വെള്ളമില്ല കുടിക്കാൻ. അപ്പൊ വുദു എടുക്കാൻ വെള്ളമില്ല എന്ന് പറഞ്ഞു. ഹബീബായ തങ്ങളുപ്പാപ്പയുടെ മുഅ്ജിസത്ത് കൊണ്ട് തങ്ങളുപ്പാപ്പയുടെ കയ്യിലുണ്ടായിരുന്ന അമ്പ് കൊണ്ട് എന്ന് ഒരിടത്ത് കാണാം. അമ്പ് കൊണ്ട് തങ്ങളുപ്പാപ്പ എന്ത് ചെയ്തു, നേരെ കിണറിലേക്ക് ഒരു അമ്പ് ചെയ്തു. അപ്പോ പാടെ വെള്ളമില്ലാതിരുന്ന ഇതിൽ കിണറാണ് സങ്കല്പിച്ചോ ബാഖവി ഉസ്താദ്. അപ്പൊ ഇത് കിണറാണെങ്കിൽ പാടെ വെള്ളമില്ലാതിരുന്ന കിണറിലേക്ക് ഹബീബിന്റെ ആ അമ്പ് എത്തിയതോടെ നേരെന്തായി, വെള്ളം ഇങ്ങനെ പൊന്തി ഇത് കിണറിന്റെ മുകൾ ഭാഗം. ഇതൊരു റിയാലിറ്റി മനസ്സിലാണ് പറഞ്ഞേട്ടാ. ഈ മുകൾ ഭാഗം നിറഞ്ഞിട്ട് പുറത്തേക്ക് ഒഴിഞ്ഞുപോയി വെള്ളം. എത്രത്തോളം ചോദിച്ചാൽ സ്വഹാബത്തൊക്കെ വെള്ളമില്ല എന്ന് പറഞ്ഞ സ്വഹാബത്ത് ആവശ്യത്തിന് ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് അവരെന്ത് അവരുടേതായ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു. ശേഷം സ്വഹാബത്ത് നടന്നിരുന്ന് ഈ തുണി ഇങ്ങനെ പൊന്തിച്ചു പിടിച്ച് നടന്നിരുന്നത്രേ. എന്തേലും വെള്ളം കൂടുതലുണ്ടായിട്ട് അത്രയധികം വെള്ളം വന്ന കിണറാണ് ഈ കാണുന്ന കിണർ. ഹബീബിന്റെ ആ മുഅ്ജിസത്ത് നടന്ന കിണർ. ആ കിണറിൽ വെള്ളം കുടിക്കണം നമുക്ക്, പക്ഷേ അവസരമില്ല. അതാണ് വിഷയം. അതെന്തുകൊണ്ട്? ഇതുപോലെ തന്നെ പാകിസ്ഥാനിന് പുറത്ത് വന്നെങ്കിൽ ആ ചുമരൊക്കെ പൊളിക്കൽ തുടങ്ങി. സൗദി ഗവൺമെന്റ് അത് അടക്കപ്പെട്ടു. മനസ്സിലായില്ലേ? ആഗ്രഹിച്ചത് നല്ല കാര്യമാണ്. ഏതായാലും പറഞ്ഞുകൊണ്ടുവന്നത് ഇപ്പൊ നമ്മൾ വന്നത് മാത്രമല്ല, അങ്ങനെ ആ കിണറാണ് ഈ കാണണ്ട അപ്പൊ ഇതാണ് കിണർ എന്ന് നമ്മൾ മനസ്സിൽ കൊണ്ടുവരാം. ഇതാണ് കിണറെങ്കിൽ ഇവിടെ സ്വഹാബത്ത് മൊത്തം നടന്ന മണ്ണല്ലേ ഇത്. എത്രമാത്രം പവിത്രമുള്ള മണ്ണാലേ. സ്വഹാബത്ത് നടന്നവിടെ കിടക്കുക. അതിന് മുമ്പ് നമ്മളെ മുത്തിന്റെ ഒരു അമ്പ് അവിടേക്ക് പോയില്ലേ.
മനസ്സിലായല്ലേ? ഹബീബായ തങ്ങളുപ്പാപ്പയുടെ വെള്ളം ഒഴിച്ച് വേറെ കിണറുകളുണ്ട്. നമ്മളെ ഹുദൈബിയയിലൊക്കെ സന്ധി വേറെ പറയുന്നുണ്ട്, തങ്ങളുപ്പാപ്പയുടെ ഉമിനീർ തട്ടിയതൊക്കെ, അത് വേറെ ചരിത്രം. ഇവിടുത്തെ വിഷയം ഞാൻ പറഞ്ഞിട്ടാ. അങ്ങനെ ഇവിടെ ഇങ്ങനെ എന്തായി ഒനീമത്തെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് സ്വഹാബത്തിന്റെ ഇവിടെ ഹബീബായ തങ്ങളുപ്പാപ്പ ഉണ്ട്. പറയാ ചരിത്രം കേൾക്കണ്ടേ? നമുക്ക് ഇനി നാളെ സമയത്ത് കിട്ടൂല, മനസ്സിലായല്ലേ? അപ്പം തങ്ങളുപ്പാപ്പയുണ്ട്, സ്വഹാബത്തുണ്ട്. അപ്പൊ കുറച്ച് സ്വഹാബത്ത് വനീമത്തും കൊണ്ട് വരാം. അങ്ങനെ വനീമത്ത് കൊണ്ട് തന്നെ അതിൽ ഞാൻ പറഞ്ഞ ആടുണ്ട്, കുതിരയുണ്ട്, ഒട്ടകമുണ്ട്, അതുപോലെ സ്വർണ്ണങ്ങളുണ്ട്, അതുപോലെ തന്നെ അടിമ സ്ത്രീകളുണ്ട്, എല്ലാം ഉണ്ട്. ആ സമയത്താണ് അടിമ സ്ത്രീകളെ കൊണ്ടുവരുമ്പോൾ ഒരു പെണ്ണിങ്ങനെ കൊതറിയിട്ട് പറഞ്ഞ്, എന്നെ നിങ്ങൾ വല്ലാതെ പിടിക്കൊന്നും വേണ്ട. അതെന്താ നിങ്ങളെ പിടിക്കാൻ പറ്റാത്ത? നിങ്ങൾ അടിമ സ്ത്രീ അല്ലേ, ഇത് വനീമത്താണ്, അവിടെ ഒന്നും പറയാനേ പാടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഈ പെണ്ണ് ധിക്കാരത്തോടെ പറഞ്ഞു, നിങ്ങളുടെ നേതാവാവുന്ന മുഹമ്മദിന്റെ സഹോദരിയാണ് ഞാന്. ഹബീബിന് സഹോദരി ഉണ്ടോ? ഇവിടെ ഫുള്ള് പണ്ഡിതന്മാരോട് ചോദിച്ചില്ല. ഇങ്ങോട്ട് ആരംഭപ്പോയി സഹോദരി ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ പറഞ്ഞതോ, നിങ്ങൾ പറഞ്ഞതുപോലെ സ്വഹാബത്തും പറഞ്ഞു നമ്മളെ ഹബീബിന് സഹോദരിയോ? ഇപ്പൊ നമ്മളറിയാതെ പോയി സഹോദരി ഉണ്ടായത്. അങ്ങനെ എന്തായി? സ്വഹാബത്തിന് ദേഷ്യം വന്നു. ഈ പെണ്ണാനെ ഉറപ്പിച്ചോറ് ഞങ്ങളെ ഹബീബിന്റെ സഹോദരിയാണ്, അതായത് മുഹമ്മദിന്റെ സഹോദരിയാണ്. ഇതോടെന്തായി? ഇതോടെ സ്വഹാബത്തിന് എന്താ അറിയാമെന്നുള്ള ഒരു ജിജ്ഞാസ വന്നു. സ്വഹാബത്ത് വന്നു ചോദിച്ചു നബിയോട്, നബിയെ, അങ്ങയുടെ സഹോദരി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണുണ്ട്, ഒരു അടിമ പെണ്ണ് ഇങ്ങോട്ട് വരുന്നില്ല, ധിക്കാരപൂർവ്വം നിൽക്കുകയാണ്, അങ്ങനെ ഒരാൾ ഉണ്ടോ നബിയെ? അപ്പൊ മുത്ത് ചോദിക്കാം, അത് പേര് സഹോദരി, അതായത് മുത്തായ തങ്ങൾക്കും എങ്ങനെ സഹോദരി? തങ്ങൾ പാപ്പാക്കും എന്തായി? കൺഫ്യൂഷൻ വന്നു പോയി. അങ്ങനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. കൊണ്ടുവന്നു. ആ സദസ്സിലേക്ക് കൊണ്ടുവന്നപ്പോഴും ഹബീബിനോട് പറയാണ്, ഈ സഹോദരി, ഈ പെണ്ണുവർ ചോദിച്ചു, മുത്തായ തങ്ങളെ, നിങ്ങൾ എങ്ങനെ നമ്മളെ സഹോദരിയാവുന്നത്? ഇതൊക്കെ നമ്മൾ ചരിത്രം പറയുമ്പോൾ ഓരോരുത്തരുടെ അവതരണ രൂപങ്ങളിലൂടെ ആയിരിക്കും. അല്ല മുത്തിപ്പ് ഇങ്ങനെ ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ പറയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ ആശയങ്ങളാണ്. മനസ്സിലായില്ലേ? ഇത് ലക്ഷദ്വീപ് ഉസ്താദ് അവതരിപ്പിക്കുകയാണെങ്കിൽ വേറെ ആയിരിക്കും ഇതിന്റെ റൂട്ടുകൾ, പക്ഷെ സബ്ജക്റ്റ് ഒന്നായിരിക്കും. കാസർഗോഡിലൊരു GM ഉസ്താദ് ഉണ്ട്. എങ്ങനെ GM ഉസ്താദ് ആയി ചോദിക്കണം ഉസ്താദിനോട്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഹനീഫ് സാദിയാണ്. അപ്പൊ അദ്ദേഹം ആണ് പ്രസംഗം. അദ്ദേഹം കാസർഗോഡ് ലേഡീസിന് ക്ലാസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതാണ് വേറെ ശൈലിയായിരിക്കും. പറഞ്ഞോണ്ട് ആശയം പറയട്ടാം. അതായത് പറഞ്ഞുകൊണ്ടുവന്നത്, ചോദിച്ചു ഹബീബ സഹോദരിയോട്, നിങ്ങൾ എങ്ങനെ സഹോദരിയായത്? ആ സമയത്ത് ആ പെണ്ണ് പറയാ, നബിയെ, അങ്ങ് കുഞ്ഞു കുട്ടിയായപ്പോ ഈ കുഞ്ഞിലേക്ക് എല്ലാവരും നോക്കൂ, ഇതാണ് കുഞ്ഞ്, ഇത് അമ്മിഞ്ഞോടി കുട്ടിയാ. എന്നാലും കുറച്ചു മുമ്പ്, ഇത് ഒരു 2 മാസം മുമ്പ് കുടിച്ചിരുന്നു. ഏതായാലും അങ്ങ് കുട്ടിയായിരിക്കുമ്പോ നബിയെ, അങ്ങയെ കുഞ്ഞായിരിക്കുമ്പോ അങ്ങയെ മുലയൂട്ടാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നല്ലോ എൻ്റെ ഉമ്മ ഹലീമത്തു സഅദിയ. ആ ഹലീമത്തു സഅദിയയുടെ വലിയ മകളാവുന്ന ഷൈമയാണ് ഞാൻ നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഷോൾഡർ അങ്ങോട്ട് കാണിച്ചു കൊടുത്തിരുന്നു. ഇവിടെയുണ്ട് ഹബീബ് അന്ന് കടിച്ച ഈ കുഞ്ഞു കണ്ടങ്ങൾ ഇപ്പോൾ കൊണ്ട് നമ്മൾ വന്നെങ്കിൽ അടിക്കില്ലേ, ഇതുപോലെ ഹബീബ് അന്ന് ചെറുതായപ്പോ കടിച്ചൊരു അടയാളം അങ്ങോട്ട് കാണിച്ചു കൊടുത്തിരുന്നു. ഇതാണ് കണ്ടതോടെ ആരംഭപ്പൂവ് അങ്ങോട്ട് കരഞ്ഞു പോയി. സന്തോഷം, സങ്കടം. സന്തോഷം എന്താ? സഹോദരിനെ പിന്നെ കിട്ടി. എന്ന സങ്കടം എന്താ? ഇത് മറ്റ് ഓപ്പോസിറ്റിൽ നിന്നാണ് കിട്ടുന്ന സഹോദരിനെ. അങ്ങനെ ഹബീബായ തങ്ങളുപ്പാപ്പ കരഞ്ഞു പോയി. ചോദിച്ചു, എന്തെങ്കിലും സഹായങ്ങൾ വേണോ? നിങ്ങൾ നമ്മളെ കൂടെ പോരണോ? അപ്പൊ സഹോദരി പറഞ്ഞു, വേണ്ട, ഞാൻ ഇപ്പോ വരുന്നില്ല, പിന്നീട് വന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് ആ പെണ്ണെന്തായി? ഷൈമ എന്നുള്ള മുസ്ലിമായി എന്നൊക്കെ ചരിത്രങ്ങൾ കാണാം. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആരംഭപ്പൂവിന്റെ ഓരോ മൈന്യൂട്ട് സ്റ്റോറികൾ നമ്മൾ കേൾക്കുമ്പോൾ ഇതൊക്കെ നടന്ന യാഥാർത്ഥ്യം. നമ്മൾ നാട്ടിൽ മദ്രസ മക്കത്ത് നടന്നു, മദീന നടന്നില്ലേ? ഇതല്ല, ഇത് ഇവിടെ നടന്നു പറയുന്നത്. ആരംഭപ്പൂവും സ്വഹാബത്തും വന്ന, ഇരുന്ന, ചലിച്ച, അനുഭവിച്ച പുണ്യമാക്കപ്പെട്ട മണ്ണുകളിലൂടെയാണ് നമ്മുടെ യാത്രകളെല്ലാം ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ സഹോദരിയെ വിട്ടയച്ചു. ഹബീബ് ഒരുപാട് സഹായങ്ങൾ കൊടുത്ത് വിട്ടയച്ചു. അപ്പൊ അങ്ങനെ ഒരു സംഭവം നടന്ന സ്ഥലമാണ് ഈ കാണുന്ന ഈ ജഹറാന എന്ന് പറയുന്ന സ്ഥലം. ഈ സ്ഥലത്തിന് ജഹറാന എന്ന് പേര് മോളെ അതിനിട്ട് ഫ്രീ ആയി. കുഞ്ഞു കുട്ടിയാണ്, അതായത് അപ്പൊ വണ്ടിയൊന്നും ഇല്ലല്ലോ അവിടെ. അപ്പൊ ഈ സ്ഥലത്തിന് ജഹറാന എന്ന് പേര് വരാൻ മറ്റൊരു കാരണമുണ്ട്. ഈ നാട്ടിലേക്ക് ഹബീബായ തങ്ങളുപ്പാപ്പ സ്വഹാബത്ത് വന്നപ്പോ അന്ന് സ്വഹാബത്തിൽ ചിലരൊക്കെ എന്തായി, മറ്റേ യുദ്ധം കഴിഞ്ഞിട്ടല്ലേ വരുന്നേ. അപ്പൊ എന്താ, അവർക്ക് പലർക്കും രോഗങ്ങൾക്കാണ്, അത് വിട്ടെല്ലാം കൊണ്ടിട്ട് ചില 1-2 സ്വഹാബത്ത് ഷഹീദായി പോയി. അതായത് അന്ന് ഷഹീദായില്ല, പിന്നീട് അവരെന്തായി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. ആ സമയത്ത് അവരെ മറമാടാൻ വേണ്ടി ഒരു നല്ല സ്ഥലം വേണം. ഹബീബായ തങ്ങൾ ചോദിച്ചു സ്വഹാബത്തിനോട്, സ്വഹാബ, ഇവിടെ നമുക്ക് പറ്റിയ സ്ഥലം എവിടെയുള്ളത്? അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, ഇവിടെ നമുക്ക് പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞാല് ആകെ ഒരു സ്ഥലമുണ്ട്. അത് ഒരു പെണ്ണിന്റെ കയ്യിലാണുള്ളത്. ആ പെണ്ണാണെങ്കിൽ ഒരു ഭ്രാന്തിയായ പെണ്ണ, അല്ലെങ്കിൽ ആ പെണ്ണ് സുഖമില്ലാത്ത പെണ്ണാണ്.
ആ പെണ്ണിന്റെ കയ്യിലാണുള്ളത്. ആ പെണ്ണിന്റെ പേരാണ് ജിഅ്റാനത്ത് എന്നുള്ള പേരിട്ടാ. അപ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞു, അവരെ വിളിച്ചുകൊണ്ടിരുന്നു. ചോദിച്ചു ഹബീബായ തങ്ങൾ, പാപ്പ നിങ്ങൾ ഈ സ്ഥലം കയറുമോ? തങ്ങളോട് പറഞ്ഞു, ഞാൻ രോഗിയാണ് തങ്ങളെ, എന്റെ രോഗമൊന്ന് മാറാൻ അവിടുന്ന് ദ്വാരം തരണം. അങ്ങനെ ദുആ ചെയ്തു കൊടുത്തു. ആ പെണ്ണിന്റെ അസുഖം മാറി. അൽഹംദുലില്ലാ. അങ്ങനെയാണ് ഈ സ്ഥലം എന്തായത് ജിഅ്റാന എന്ന്, ഈ സ്ഥലം അങ്ങനെ പെണ്ണ് കൊടുത്തു. അങ്ങനെയാണ് ഇത് ജിഅ്റാന എന്ന് പറയുന്ന സ്ഥലമായി അറിയപ്പെടുന്നത് കേട്ടോ. അതുപോലെ ഹബീബായ തങ്ങൾ ഉപ്പാപ്പ ഇവിടുന്ന് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തു പോയി. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ബഡാ ഉംറ എന്നൊക്കെ പാകിസ്ഥാനികളെ പോലുള്ള ഹിന്ദിക്കാർ പറയും. എന്നാൽ ഹജ്ജിന്റെ പ്രതിഫലം എന്നൊക്കെ പറയേണ്ടി വരുന്നത് കേട്ടോ. ഏതായാലും ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ എല്ലാ സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച പവിത്രമായ ഒരു ഇടമാണ് ഈ കാണുന്ന ജിഅ്റാനത്ത് എന്ന ഈ സ്ഥലം. ജിഅ്റാനയിലെ ചരിത്രങ്ങളെല്ലാം കേട്ടതിന് ശേഷം നമ്മുടെ ഉംറ സംഘം നേരെ പോകുന്നത് ഇഹ്റാം ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഏകദേശം ഉച്ചയോടടുത്ത സമയമായിരുന്നു. ജിഅ്റാനയിൽ നിന്നും പരിശുദ്ധമായ മക്കയിലേക്കുള്ള ദൂരം ശരാശരി ഒരു മണിക്കൂറിനടുത്തുള്ള ദൂരം മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവിടുന്ന് ഉംറക്കെല്ലാം ഇഹ്റാം ചെയ്തു ഹറമിലെത്തി. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന മനോഹരമായ കാഴ്ചയാണിത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റായി അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് നമ്മുടെ വീഡിയോകൾ അയച്ചു കൊടുക്കണേ എന്ന് മാത്രം സൂചിപ്പിച്ചു. അസ്സലാമു അലൈക്കും.